ഫോർമൽ ആയിട്ടുള്ള ആക്ഷൻസ് കുട്ടിക്കെതിരെ എടുക്കും എന്ന് നമ്മൾ പറഞ്ഞു. The action will also specify in writing the period of student's probation and any conditions such as limiting the student participation in extracurricular activities. So ഒരു ഫോർമൽ ആക്ഷൻ അല്ലെങ്കിൽ ഫോർമൽ ലെറ്ററിൻ്റെ അകത്ത് എത്ര നാളത്തേക്കാണ് ഈ സ്റ്റുഡൻറ് പ്രൊബേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് ക്ലിയർ ആയിട്ട് എഴുതും. ഈ സമയങ്ങളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നും കൂടെ അതൊരു പ്രൊബേഷൻ്റെ ഭാഗമായിട്ട് എഴുതും. Probation may be specified for a specified term or for an infinite period which may extend to graduation or other termination of students' enrollment in the college. ഒന്നെങ്കിൽ പ്രൊബേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ടൈമിലേക്കാവാം, അല്ലെങ്കിൽ ഹോൾ കോഴ്സിലേക്കാവാം, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു കോളേജിൽ നിന്ന് എൻറോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്ന വരെയുള്ള പീരിയഡിലേക്ക് ആവാം. So this is about disciplinary probation. Disciplinary probation എന്ന് പറയുമ്പോൾ ഒരു സീരിയസ് മിസ്കണ്ടക്ട് ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടിക്ക് തിരിച്ച് കോളേജിൽ കയറണമെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് എഴുതിയതിന് ശേഷമേ കയറാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ചിലപ്പോൾ കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും സ്റ്റുഡൻറ് പ്രിവിലേജസും ഈ കുട്ടിക്ക് കൊടുത്തെന്ന് വരില്ല. നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഒരു റിട്ടൺ നോട്ടീസ് കുട്ടിക്ക് കൊടുക്കും. അതിൽ ഈ കുട്ടിക്കെതിരെ എടുക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അതുമാത്രമല്ല എത്ര നാളത്തേക്കാണ് ഈ പ്രൊബേഷണറി പീരിയഡ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ കുട്ടികൾക്ക് ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു റിട്ടൺ ഫോർമൽ ആക്ഷൻ്റെ ഒപ്പം എഴുതും. ചിലപ്പോൾ പ്രൊബേഷൻ എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്കാവാം, ചിലപ്പോൾ അത് ഈ കോഴ്സ് തീരുന്നത് വരെ ആവാം, ചിലപ്പം ഈ കുട്ടി ഈ കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് വരെ ആവാം. സോ നമ്മൾ ഇതുവരെ കണ്ട ടൈപ്സ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻസ് എന്ന് പറയുന്നത് ഡിസിപ്ലിനറി വാർണിംഗ്, റെപ്രിമാൻഡ് ആൻഡ് ഡിസിപ്ലിനറി പ്രൊബേഷൻ. ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. വിഷ് യു എ ഹാപ്പി ഡേ, വിഷ് യു എ ഗുഡ് ഈവനിങ്. നോട്ട്സ് എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണം എന്നില്ല. എൻ്റെ ഗൂഗിൾ ഡ്രൈവ് നിങ്ങളുടെ നോട്ട്സ് കൊണ്ട് ഫുള്ളായിട്ടിരിക്കുകയാണ്. ബട്ട് എത്ര പേര് ഈ വീഡിയോ വാച്ച് ചെയ്തു എന്ന് ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേരൊന്നും അറ്റൻഡ് ചെയ്യണ്ടായിരുന്നില്ല, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ. സോ ശ്രദ്ധിക്കുക, ഇത് ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യുകയും നോട്ട്സ് എഴുതുകയും വേണം. തിരിച്ച് കോളേജിലേക്ക് വരുമ്പോൾ നോട്ട്ബുക്ക് ആയിട്ട് തന്നെ വന്നിരിക്കണം. നോട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ മടിയൻ മല ചുമക്കുന്ന പോലെ കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടെ അവസാനം എഴുതാൻ നോക്കിയാൽ നടക്കില്ല. സോ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി പോവുക, സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. വിഷ് യു എ ഗുഡ് ഈവനിങ്. താങ്ക് യു.